നമുക്കറിയാം അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനു വേണ്ടി ഈ ലോകത്ത് സംവിധാനിച്ചിരിക്കുന്നത് 5 ജീവിതഘട്ടങ്ങളാണ്. അതിൽ ഒന്നാമത്തെ ജീവിതഘട്ടം നമ്മളിൽ നിന്ന് കഴിഞ്ഞു പോയിട്ടുണ്ട്. അതിനാണ് ആലമുൽ അർവാഹ് അഥവാ ആത്മാക്കളുടെ ലോകം എന്ന് പറയുന്നത്. നമ്മൾ ഇപ്പോൾ വസിക്കുന്ന ഈ കാലഘട്ടത്തിന്, ഈ ലോകത്തിന് രണ്ടാമത്തെ കാലഘട്ടം അഥവാ ആലമുദ് ദുനിയ, ഭൗതിക ജീവിതം, ഭൗതിക കാലഘട്ടം എന്നാണ് പേര് പറയുന്നത്. ഇനി മൂന്നാമതായി നമുക്കൊരു ജീവിതഘട്ടമുണ്ട്. അതാണ് ആലമുൽ ബർസഖ്, ഖബർ ജീവിതം. ഈ ലോകത്തു നിന്നുള്ള യാത്ര പറയലോടുകൂടി മനുഷ്യൻ ഈ ഭൂമുഖത്ത് നിന്ന് ഇല്ലാതാവുകയാണ്. 6 അടി മണ്ണിന്റെ ഇരുട്ടറയിലേക്ക് മനുഷ്യൻ യാത്രയാവുകയാണ്. ആലമുൽ ബർസഖ്, ഖബർ ജീവിതം. അവിടെ നിന്ന് വീണ്ടും അവൻ യാത്ര തിരിക്കുന്നു. 4ാമത്തെ ജീവിതഘട്ടം ആലമുൽ ഹശ്ർ, മഹ്ശറ വൻ സവാ, മഹ്ശറയിലേക്ക്. അവിടെ വെച്ചുകൊണ്ട് മനുഷ്യൻ അവന്റെ അത്യന്തികമാകുന്ന ജീവിതഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അൽ ജന്നത്തു അബിന്നാർ. രണ്ടാം ജീവിത കാലഘട്ടമാകുന്ന ഈ ഭൗതിക ജീവിത കാലഘട്ടത്തിൽ ആരൊക്കെ നന്മ ചെയ്തിട്ടുണ്ടോ, സുഹൃതം അനുഷ്ഠിച്ചിട്ടുണ്ടോ, നോമ്പ് കൃത്യമായി പിടിച്ചിട്ടുണ്ടോ, സകാത്ത് കൊടുത്തിട്ടുണ്ടോ, പാവങ്ങളെ സഹായിച്ചിട്ടുണ്ടോ, നിരാലംബർക്ക് അവലംബമായിട്ടുണ്ടോ, അങ്ങനെയുള്ള സഹോദര സഹോദരിമാർക്ക് അൽ ജന്ന, പരിശുദ്ധവും പരിപാവനവുമായ സ്വർഗം നൽകിക്കൊണ്ടുള്ള ജീവിതം. അതല്ല, ഈ ഭൗതികമാകുന്ന 2ാം ഘട്ട ജീവിതത്തിൽ കളിച്ചും രസിച്ചും രമിച്ചും അവന്റെ ജീവിതത്തെ കള്ളി നീക്കിയിട്ടുണ്ട് എങ്കിൽ അന്നാർ, കത്തിജ്വലിക്കുന്നതാകുന്ന നരകം നൽകിക്കൊണ്ടുള്ള ജീവിതം. ഇങ്ങനെ മനുഷ്യന്റെ ജീവിത ഘട്ടങ്ങളെ അള്ളാഹു ക്രമീകരിച്ചിരിക്കുന്നത് 5 ആയിട്ടാണ്. അതിൽ ഒന്നാമത്തെ ജീവിതഘട്ടമാണ് ഞാൻ പറഞ്ഞത് ആലമുൽ അർവാഹ്, ആത്മാക്കളുടെ ലോകം എന്നതിന് ഉലമാക്കൾ പേര് വെച്ചത്. എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ഇന്ന് കാണുന്ന നമ്മുടെ ഈ ബോഡി ഇല്ലാതെ നമ്മുടെയൊക്കെ റൂഹുകളെ, ആത്മാക്കളെ മാത്രമായി റബ്ബിന്റെ സവിധത്തിൽ ഒരുമിച്ച് കൂട്ടിയത്ര നമ്മുടെയൊക്കെ ആത്മാക്കൾ മാത്രമേ അള്ളാഹുവിന്റെ സവിധത്തിൽ ഒരുമിച്ച് കൂട്ടി. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ഉടമ്പടികൾ, ചില കരാറുകൾ ആ ആത്മാക്കളോടായി അല്ലാഹു നൽകുകയും ആ ഉടമ്പടികളും കരാറുകളും പരിപൂർണ അർത്ഥത്തിൽ തന്നെ ഏറ്റെടുക്കുകയും ചെയ്തു മനുഷ്യൻ എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലസ്തു ബിറബ്ബികും ഖാലൂ ബലാ അലസ്തു ബിറബ്ബികും ഖാലൂ ബലാ അൻത റബ്ബുനാ വഇലാഹുനാ. ആലമുൽ അർവാഹ് എന്ന് പറയുന്ന മനുഷ്യന്റെ 1ാം ഘട്ട ജീവിതത്തിൽ വെച്ചുകൊണ്ട് മനുഷ്യനോട് അല്ലാഹു കരാർ ചെയ്യുന്ന രീതി വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു എല്ലാ ആത്മാക്കളെയും ഒരുമിച്ച് കൂട്ടി. നമ്മുടെ ഒന്നും ശരീരമില്ല, നമ്മുടെ ഒന്നും ബോഡി ഇല്ലാതെ ആത്മാവിനെ മാത്രമായി അല്ലാഹുവിന്റെ സവിധത്തിൽ. എന്നിട്ട് അല്ലാഹു അവരോട് ചോദിച്ചു എന്നാണ്, അലസ്തു ബിറബ്ബികും, ഞാൻ നിങ്ങളുടെ രക്ഷിതാവല്ലയോ, ഞാൻ നിങ്ങളുടെ പരിപാലകനല്ലയോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുമ്പോ ഖാലൂ ബലാ, ാകുന്ന സർവ്വ ആത്മാക്കളും വിളിച്ചു പറഞ്ഞു അത്രേ. അഥവാ ഇന്നുള്ളതാകുന്ന വ്യക്തികളും മരണപ്പെട്ടു പോയതാകുന്ന സർവ്വ ആളുകളും ആദം നബി അലൈഹിസ്സലാം മുതൽ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായമാകുന്ന മുഴുവൻ ആളുകളും ഒന്നടങ്കം പറഞ്ഞു അത്രേ ബലാ അൻത റബ്ബുനാ വഇലാഹുനാ. അതേ പടച്ച റബ്ബേ, നീയാണ് ഞങ്ങളുടെ സംരക്ഷകൻ, നീയാണ് ഞങ്ങളുടെ സർവാധിപതി, നീയാണ് ഞങ്ങളെ സൃഷ്ടിച്ചവൻ, നീയാണ് ഞങ്ങൾക്ക് അന്നദാനങ്ങൾ നൽകുന്നവൻ. അല്ലാഹുവേ, നീ തന്നെയാണ് അൻത റബ്ബുനാ വഇലാഹുനാ. നീയാണ് ഞങ്ങളുടെ
ഞങ്ങളുടെ സംരക്ഷകൻ. എല്ലാം അംഗീകരിച്ചു, തൃപ്തിപ്പെട്ടു മാനവൻ, മനുഷ്യൻ. എവിടെ വെച്ച്? ഒന്നാം ഘട്ട ജീവിതമാകുന്ന ആലമുൽ അർവാഹ് എന്ന് പറയപ്പെടുന്ന ആത്മാക്കളുടെ മാത്രമുള്ള ലോകത്ത് വെച്ച്. അഥവാ നമ്മൾ ഇന്ന് ഈ വസിക്കുന്ന ലോകത്തിന് മുമ്പ് നമുക്കൊരു ജീവിതം ഉണ്ടായിരുന്നു എന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മെ പരിചയപ്പെടുത്തുന്നത്. മുമ്പൊരു ജീവിതം കഴിഞ്ഞു പോയിട്ടുണ്ട്. ഓർമ്മയില്ലല്ലോ ഉസ്താദേ, ഓർമ്മപ്പെടുത്തുകയാണ് ഖുർആൻ നമ്മളെ. അതുകൊണ്ട് വിശ്വസിക്കൽ അനിവാര്യമാണ്. അവിശ്വസിക്കുന്നവൻ കാഫിറായി പോകും നബിയുനാ റസൂലുള്ളാഹി. കാരണം എന്താണ്? വിശുദ്ധ ഖുർആൻ മുഖേനയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ലോകത്തെ കുറിച്ച് പരിചയപ്പെടുത്തുന്നത്. വിശുദ്ധ ഖുർആനിനെ ആരെങ്കിലും അവിശ്വസിച്ചാൽ, അതിൽ ഏതെങ്കിലും ഒരു ആയത്തിനെ കൊണ്ട് കളവാക്കിയാൽ അവൻ കാഫിറായി. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും പ്രവാചകൻ ആത്മാക്കളുടെ ലോകത്തെ കുറിച്ച് കൊണ്ട് വീണ്ടും വാചാലനാവുകയാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ അർവാഹു ജുനൂദുൻ മുജന്നദാ ഫമാ തആറഫ മിൻഹാ യഅ്തലഫാ وما تناكر منها يختلفا. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറയുകയാണ്, സഹാബത്തെ, മനുഷ്യനൊരു ജീവിതം അല്ലാഹു ഈ ലോകത്തിന് മുമ്പ് നൽകിയിട്ടുണ്ട് സഹാബ. ആ ലോകത്തിന്റെ പേരാണ് ആത്മാക്കളുടെ ലോകം, അലമുൽ അർവാഹ്. ഇന്ന് കാണുന്ന ശരീരമില്ലാതെ, ഇന്ന് കാണുന്നതായ ബോഡിയില്ലാതെ മനുഷ്യന്റെ ആത്മാക്കളെ മാത്രമായി റബ്ബവന്റെ സവിധത്തിൽ ഒരുമിച്ച് കൂട്ടിയത്രേ. എന്നിട്ട് അല്ലാഹു ജനങ്ങളോട് ചോദിച്ചു അത്രേ, ഞാൻ നിങ്ങളുടെ പരിപാലകനല്ലയോ? അന്ന് സർവ്വ നിരീശ്വരവാദികളും, ഇന്നുള്ള യുക്തിവാദികളും, ഇന്നുള്ള നിരീശ്വരവാദികളും, ഇന്നുള്ള വിശ്വാസികളും, ഇന്നുള്ള അവിശ്വാസികളും എല്ലാവരും പറഞ്ഞു അത്രേ, ബലാ അല്ലാഹുവേ, നീ തന്നെയാണ് ഞങ്ങളുടെ സംരക്ഷകൻ, നീയാണ് ഞങ്ങളുടെ സർവാധിപതി. ഹബീബായ നബി തങ്ങൾ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ്, അൽ അർവാഹു ജുനൂദുൻ മുജന്നദാ. ആത്മാക്കൾ വ്യത്യസ്ത കോലമാണ്, രൂപമാണ്, ഭാവമാ. ഫമാ തആറഫ മിൻഹാ യഅ്തലഫാ. ആത്മാക്കളുടെ ലോകത്ത് വെച്ചുകൊണ്ട് പരസ്പരം കണ്ടുമുട്ടിയവർ ദുനിയാവാകുന്ന രണ്ടാം ഘട്ട ജീവിതമാകുന്ന ഈ ഭൗതിക ജീവിതത്തിൽ വെച്ചുകൊണ്ട് പരസ്പരം കണ്ടുമുട്ടുകയും സംവദിക്കുകയും ചെയ്യുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അവിടെ വെച്ച് കണ്ടുമുട്ടിയവർ ഈ ദുനിയാവിൽ വെച്ച് രണ്ടാം ഘട്ട ജീവിതമാകുന്ന ഈ ഭൗതിക ലോകത്ത് വെച്ച് കണ്ടുമുട്ടും. وما تناكر منها يختلفا. ആത്മാക്കളുടെ ലോകത്ത് വെച്ചുകൊണ്ട് കണ്ടുമുട്ടാത്തവർ, പരസ്പരം സംവദിക്കാത്തവർ ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് കണ്ടുമുട്ടുകയോ സംവദിക്കുകയോ ചെയ്യുകയില്ല എന്നും നബിയുനാ റസൂലുള്ളാഹി. അവിടെ വെച്ചുകൊണ്ട് കണ്ടുമുട്ടാത്ത ആളുകൾ രണ്ടാം ഘട്ട ജീവിതമാകുന്ന ഭൗതിക ലോകമാകുന്ന ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് കണ്ടുമുട്ടുകയോ സംവദിക്കുകയോ ചെയ്യുകയില്ല. ഈ പറഞ്ഞ ആശയം മനസ്സിലായോ? ഭൗതിക ജീവിതത്തിൽ നമ്മൾ ആരെയൊക്കെ കണ്ടുമുട്ടുകയും സംവദിക്കുകയും ചെയ്യുന്നുണ്ട്, അവരെ എവിടെ വെച്ച് നമ്മൾ കണ്ടുമുട്ടിയിട്ടുണ്ട്? ഒന്നാം ഘട്ട ജീവിതമാകുന്ന ആലമുൽ അർവാഹിൽ ആത്മാക്കളുടെ ലോകത്ത് വെച്ചുകൊണ്ട് കണ്ടുമുട്ടിയിട്ടുണ്ട് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അവിടെ വെച്ചുകൊണ്ട് കണ്ടുമുട്ടാത്ത ആളുകളെ ഈ ഭൗതിക ലോകത്ത് നിങ്ങൾ ഒരിക്കലും കണ്ടുമുട്ടുകയില്ല. നബിയുനാ റസൂലുള്ളാഹി. ചുരുക്കത്തിൽ അങ്ങനെ ഒരു ലോകം നമുക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. അവിടെ വെച്ച് നമ്മൾ റബ്ബിനെ അംഗീകരിച്ചു, തൃപ്തിപ്പെട്ടു. അള്ളാഹു, നീ പറയുന്ന ആശയ ആദർശങ്ങളൊക്കെ ഞങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്, നീയാണ് സംരക്ഷകനൊക്കെ ഞങ്ങൾ അംഗീകരിച്ചു. പക്ഷേ മനുഷ്യൻ രണ്ടാം ഘട്ട ജീവിതമാകുന്ന ഭൗതിക ലോകമാകുന്ന ഈ ദുന്യാവിലേക്ക് വന്നപ്പോ അള്ളാഹുവിനോട് ചെയ്ത കരാറുകൾ, ഉടമ്പടികളൊക്കെ മനുഷ്യൻ പൊളിച്ചു കളഞ്ഞു, ഒക്കെ മറന്നു കളഞ്ഞു. അത് ഓർമ്മിപ്പിക്കലാണ് ഈ മരണത്തെ കുറിച്ചുള്ളതാകുന്ന സ്മരണയോട്. ജീവിതം എന്ന് പറയുന്നത് ഈ ഭൗതിക ജീവിതമാണ്.
മനുഷ്യന്റെ ജീവിതഘട്ടങ്ങൾ 5 പഠിപ്പിച്ചിട്ട് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഈ 5 ജീവിതഘട്ടങ്ങൾ വെച്ച് ഏറ്റവും നിന്ദ്യവും നിസാരവുമായ ജീവിതം ഏതാണ്? ഇപ്പോൾ നിങ്ങൾ വസിക്കുന്ന ഈ ദുന്യവിയായ ജീവിതമാണെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റുള്ള ലോകങ്ങളിലേക്ക്, അവിടെയുള്ള ജീവിതത്തിലേക്കൊക്കെ ചേർത്ത് നോക്കുമ്പോൾ ഈ ഭൗതിക ജീവിതം എന്ന് പറയുന്നത് 60ന്റെയും 70ന്റെയും ഇടയിലുള്ള പ്രായം മാത്രമാണ് നമുക്ക് ഈ ദുന്യവിലുള്ളത്. അങ്ങനെയല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്? അമാറു ഉമ്മതി മാ ബൈന 60 വ 70. എന്റെ സമുദായത്തിന്റെ ആയുസ് 60ന്റെയും 70ന്റെയും ഇടയിലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 60ന്റെയും 70ന്റെയും ഇടയിലാണ്. കുറഞ്ഞ ആയുസ് മാത്രമേ നമുക്കുള്ളൂ. ഈ കുറഞ്ഞ ആയുസ്സിനുള്ളിൽ ഒരുപാട് നന്മകൾ നമുക്ക് ചെയ്യേണ്ടതുണ്ട്. ഇവിടെ ഒരുപാട് നന്മകൾ നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിക്കേണ്ടതുണ്ട്. അതെങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തിയെടുക്കേണ്ടത്? ഈ കുറഞ്ഞ കാലഘട്ട ജീവിതത്തിൽ എങ്ങനെയാണ് നമുക്ക് നന്നാക്കാൻ പറ്റുക? അത് മരണത്തെക്കുറിച്ചുള്ള സ്മരണയോടുകൂടിയോ മരിക്കുമെന്നുള്ളതാകുന്ന ഒരു ഉറപ്പ് നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോ നമ്മുടെ മനസ്സ് ഓട്ടോമാറ്റിക്കായി നന്മയിലേക്ക് തിരിയും. തീർച്ചയായും. അതുകൊണ്ടാണ് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ഉദ്കുറു ഹാദിമിൽ ലദ്ദാ, സർവ്വ സുഖങ്ങളെയും ആസ്വാദനങ്ങളെയും മുറിച്ചു കളയുന്ന മരണത്തെക്കുറിച്ച് മുതഅല്ലിമീങ്ങളല്ലാത്തവർ, ഇൽമുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറിവ് പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഒഴികെ ബാക്കിയുള്ളവർ മുഴുവനും എപ്പോഴും സദാസമയവും മരണത്തെക്കുറിച്ച് സ്മരിച്ചുകൊണ്ടിരിക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളിൽ എത്ര പേര് ഇന്നത്തെ സുദിനത്തിൽ മരണത്തെക്കുറിച്ച് ചിന്തിച്ചവരുണ്ട്? നമ്മുടെ വാപ്പ മരണപ്പെട്ടാലും, ഉമ്മ മരണപ്പെട്ടാലും, കുടുംബാദികൾ മരണപ്പെട്ടാലും, സഹോദരങ്ങൾ മരണപ്പെട്ടാലും നമുക്ക് മരണത്തെക്കുറിച്ച് ചിന്തയില്ല എന്നുള്ളത് ചിന്തനീയമാണ്. നമുക്ക് അങ്ങനെ തന്നെയാണ്. നമ്മുടെ മനസ്സിൽ എപ്പോഴും മരണത്തെക്കുറിച്ച് ഒരു ചിന്തയും കടന്നു വരുന്നില്ല. ആര് മരിച്ചാലും അദ്ദേഹം പോയി, അദ്ദേഹത്തിന്റെ മയ്യത്ത് എന്നാണ് എടുക്കുക, അദ്ദേഹത്തിന്റെ ജനാസ എന്നാണ് എടുക്കുക. ഇതാണ് നമ്മുടെ മനസ്സിലെ ചോദ്യവും നമ്മുടെ നാവിലെ ചോദ്യവും ഇത് തന്നെയാണ്. നമ്മുടെ മനസ്സിലേക്ക് മരണം വരുന്നില്ല. ഒരു കാര്യം നമ്മൾ ആദ്യമേ മനസ്സിലാക്കണം, ഈ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ ഒരാൾ പോലും ബാക്കിയാവുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തെ നശിപ്പിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറിനെ പടച്ചു. സൂർ എന്ന മഹത്തായ കാഹളത്തെ പടച്ചു. ആ സൂർ എന്ന കാഹളത്തിലൂടെ 3 ഊത്താണ് മൊത്തത്തിൽ ഊതപ്പെടുക. അതിൽ ഒന്നാമത്തെ ഊത്ത് സൂർ എന്ന കാഹളത്തിൽ ഇസ്രാഫീൽ അലൈഹിസ്സലാം ഊതുന്നതിനെ കുറിച്ച് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തുന്നത് നഫ്ഖത്തുൽ ഫസ്അ, സർവ്വ ജനങ്ങളെയും പേടിപ്പിക്കാനുള്ള ഊത്താണ്. എല്ലാവരെയും പേടിപ്പിക്കാനുള്ള ഊത്ത്. بسم الله الرحمن الرحيم ويوم ينفخ في الصور ففزع من في السماوات ومن في الأرض إلا من شاء الله. കാഹളത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചു. എന്തിനു വേണ്ടി? ഈ ലോകത്തെ മുഴുവനും ഉന്മൂലനം ചെയ്യാൻ വേണ്ടി. ആ ഊത്തിലൂടെ ഒന്നാമത്തെ ഊത്ത് സൂർ എന്ന കാഹളത്തിൽ ഇസ്രാഫീൽ അലൈഹിസ്സലാം ഊതുമ്പോ ഈ ലോകത്തുള്ള സർവ്വ സൃഷ്ടിജാലങ്ങളും പേടിച്ചു പോകുമെന്ന് വിശുദ്ധ ഖുർആൻ. നിങ്ങൾ നല്ലതുപോലെ ശ്രദ്ധിക്കണം. ഞാൻ കൊണ്ടുപോകുന്ന ആശയത്തിലേക്ക് നിങ്ങൾ നല്ലതുപോലെ ശ്രദ്ധ വെച്ചെങ്കിൽ മാത്രമേ പരിപൂർണ അർത്ഥത്തിലുള്ള ഇൽമു നമുക്ക് കരഗതമാക്കാൻ പറ്റൂ. അല്ലാഹു നമ്മുടെ സദസ്സ് സ്വീകരിക്കുമാറാവട്ടെ. നല്ല രീതിയിൽ ആളുകൾ ഇരിക്കുന്നുണ്ട്. ഈ ഇരുത്തം അവസാനം വരെ ഉണ്ടാവണം. അല്ലാഹു നിലനിർത്തുമാറാവട്ടെ. നമ്മുടെ ലക്ഷ്യങ്ങളൊക്കെ അല്ലാഹു പൂർത്തീകരിച്ചു തരുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഈ സദസ്സ് വിട്ടുപിരിയുമ്പോൾ നിങ്ങൾക്കൊരു ആയത്ത് ഞാൻ പഠിപ്പിച്ചു തരും. ആ ആയത്ത് നിങ്ങൾ എല്ലാ ദിവസവും 3 പ്രാവശ്യം ഓതിയാൽ നിങ്ങൾക്ക് മരണമുണ്ടാവുകയില്ല. നബിയുനാ റസൂലുള്ളാഹി അങ്ങനത്തെ ഒരു ആയത്ത് 3 പ്രാവശ്യം ആ ആയത്ത് മറക്കാതെ ഓതിയാൽ പിറ്റേ ദിവസം നിങ്ങൾക്ക് ആ സമയം വരെ ദീർഘായുസ്സുണ്ടാകും, ആഫിയത്തുണ്ടാകും, ആരോഗ്യമുണ്ടാകും, മരണമുണ്ടാവുകയില്ല. ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനത്തെ ഒരു ആയത്ത് ഇൻഷാ അല്ലാഹ് സദസ്സിന്റെ അവസാനം പറയും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇത് പഠിക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് നല്ലതുപോലെ ശ്രദ്ധിച്ചോളൂ, നല്ലതുപോലെ ശ്രദ്ധിക്കും.
ഈ ലോകത്തെ മുഴുവനും ഉന്മൂലനം ചെയ്യാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറിനെ പടച്ചു. ആ സൂർ എന്ന കാഹളത്തിലെ മൊത്തത്തിലുള്ള ഊത്ത് ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ മേലുള്ള കൽപ്പന 3 ഊത്താണ്. ഒന്നാമത്തെ ഊത്തിലൂടെ ലോകത്തുള്ള സർവ്വ ആളുകളെയും പേടിപ്പിക്കുക, നഫ്ഹത്തുൽ ഫസഅ, സർവ്വ ജനങ്ങളെയും പേടിപ്പിക്കാനുള്ള ഊത്താണ്. രണ്ടാമത്തെ ഊത്ത് എന്ന് പറയുന്നത് നഫ്ഹത്തുസ് സഅഖ്, സർവ്വ ജനങ്ങളെയും സർവ്വ ജീവജാലങ്ങളെയും ഇല്ലാതാക്കാനുള്ള ഊത്താണ്, മരിപ്പിക്കാനുള്ള ഊത്താണ്. ഒന്നാമത്തെ ഊത്ത് നഫ്ഹത്തുൽ ഫസഇനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു സുമറിലൂടെയും 2, 3 ഊത്തിനെ കുറിച്ച് സൂറത്തു നംലിലൂടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നു. ഏതുമായിക്കോട്ടെ, രണ്ടാമത്തെ ഊത്തിനെ കുറിച്ചും 3ാമത്തെ ഊത്തിനെ കുറിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. അത് പറഞ്ഞിട്ടാണ് നമ്മുടെ വിഷയത്തിലേക്കുള്ള മർമ്മപ്രധാനമായ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താറുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വയൗമ യുൻഫഖു ഫിസ്സൂർ ഫസഅഖ മൻ ഫിസ്സമാവാതി വമൻ ഫിൽ അർദ് ഇല്ലാ മൻ ശാ അല്ലാഹ് ഇല്ലാ മൻ ശാ അല്ലാഹ് ثم ينفخ فيه أخرى فإذا هم قيام ينظرون. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്, സൂറന്ന കാഹളത്തെ അല്ലാഹു പടച്ചുവത്രേ. ആ സൂറന്ന കാഹളത്തിലൂടെ ഇസ്രാഫീൽ അലൈഹിസ്സലാം ഒന്നാമത്തെ ഊതങ്ങൂതുമ്പോ ആകാശഭൂമികളിലുള്ള സർവ്വ ജീവജാലങ്ങളും പേടിക്കുമത്രേ, പേടിക്കുമത്രേ. ഫഫസിഅ മൻ ഫിസ്സമാവാതി വമൻ ഫിൽ അർദ്, ആകാശഭൂമികൾക്കിടയിലുള്ള സർവ്വ ജീവജാലങ്ങളും പേടിച്ചുകൊണ്ട് റബ്ബിലേക്ക് മടങ്ങുമത്രേ. റബ്ബിലേക്ക് വിനയാന്വിതനായിക്കൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൗബ ചെയ്യാൻ വേണ്ടി ഓടി വരുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗബയുടെ വാതിലുകൾ അടയ്ക്കുമത്രേ. ഒരാളുടെയും തൗബ അല്ലാഹു സ്വീകരിക്കില്ല. 2 അവസ്ഥയ്ക്ക് മുമ്പ് നിങ്ങൾ തൗബ ചെയ്യണം എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ യഖ്ബലുല്ലാഹു തൗബത അബ്ദിൻ ബിസഅതൈൻ, 2 അവസ്ഥയ്ക്ക് മുമ്പായിട്ട് തൗബ ചെയ്യണം, ഇല്ലെങ്കിൽ അല്ലാഹു അവന്റെ തൗബയെ സ്വീകരിക്കില്ല. മുഹമ്മദ് മുസ്തഫ. അതിൽ ഒന്നാമത്തേത് സക്കറാത്തുൽ ഹാലാണ്, മരണാസന്ന സമയമാണ്, തൊണ്ടക്കുഴിയിലേക്ക് ആത്മാവെത്തുന്ന സമയമാണ്. രണ്ടാമത്തേത് സൂർ എന്ന കാഹളത്തിലുള്ള ഊത്ത് വരുമ്പോഴാണ്. ഇത് രണ്ടും എപ്പോഴാണെന്ന് മാനവൻ അറിയില്ല, മനുഷ്യനറിയില്ല. മരണം എപ്പോഴാണെന്ന് ആർക്കെങ്കിലും അറിയോ? ഒരാൾക്കും പറ്റൂല. വഅദ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് മരണപ്പെട്ടു പോയ ആളുകളുണ്ട്. പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിയമസഭയിൽ മരണപ്പെട്ടു പോയ ഇഎംഎസ് സാഹിബ് നമുക്ക് ദൃക്സാക്ഷിയാണ്. പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മരണപ്പെട്ടു പോയ ആളുകൾ നമുക്ക് ഓർമ്മയിലുണ്ട്. വഅദ് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഇൽമിന്റെ മജ്ലിസുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ കുഴഞ്ഞു വീണ് മരണപ്പെട്ടു പോയിട്ടുണ്ട്. നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പരിശുദ്ധമാക്കപ്പെട്ട റമദാനിൽ 27-ാം രാവിലെ ഇഅ്തികാഫിന്റെ നിയ്യത്തുമായി പള്ളിയുടെ അകത്തലെങ്കിൽ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സഹോദരൻ പോലും കുഴഞ്ഞു വീണ് മരണപ്പെട്ടു പോയിട്ടുണ്ട്. പരിശുദ്ധമാക്കപ്പെട്ട ജുമഅയിൽ ഖുത്ബ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മരണപ്പെട്ടു പോയതാകുന്ന സഹോദരങ്ങൾ നമുക്ക് മുമ്പേ ഉണ്ടായിട്ടുണ്ട്. ചുരുക്കത്തിൽ മരണത്തിന് സമയമില്ല, എപ്പോഴാണ് കടന്നു വരിക എന്നും പറയാൻ ഒക്കൂല. ഒന്നാമത്തെ ഊത്തങ്ങോട് കേൾക്കുന്നതോടുകൂടി സൂറെന്ന കാഹളത്തിലൂടെ ഊത്ത് കേൾക്കുന്നതോട് ജനങ്ങൾ മുഴുവനും പേടിക്കാൻ, എല്ലാവരും പേടിച്ച് നിലകൊള്ളുക. അങ്ങനെ 40 കൊല്ലങ്ങൾ ജനങ്ങൾ പേടിച്ചുകൊണ്ട് നിലകൊള്ളുമ്പോൾ രണ്ടാമത്തെ ഊത്ത് കടന്നു വരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. 40 കൊല്ലമാണ്. ഒന്നാമത്തെ ഊത്തിന്റെയും രണ്ടാമത്തെ ഊത്തിന്റെയും ഇടയിലുള്ള സമയം 40 സന, 40 കൊല്ലമാണെന്ന് മുഹമ്മദ് മുസ്തഫ. രണ്ടാമത്തെ ഊത്തം കൂടെ വന്നു കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, വയൗമ യുൻഫഖു ഫിസ്സൂർ ഫസഅഖ മൻ ഫിസ്സമാവാതി വമൻ ഫിൽ അർദ് ഇല്ലാ മൻ ശാ അല്ലാഹ്.
പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികൾക്ക് ഓതി കൊടുക്കുകയാണ്. അല്ലയോ പ്രിയപ്പെട്ട സഹാബത്തെ, സൂറന്ന കാഹളത്തിൽ ഇസ്രാഫീൽ അലൈഹിസ്സലാം രണ്ടാമത്തെ ഊത്തം ഊതിക്കഴിഞ്ഞ ആകാശഭൂമികൾക്കിടയിലുള്ള സർവ്വ ജീവജാലങ്ങളും മരിച്ചു വീഴുമത്രേ, ചത്തൊടുങ്ങുമത്രേ. ഇല്ലാ മാഷാ അല്ലാഹ്. ഈ ലോകത്തുള്ള സർവ്വ ജീവജാലങ്ങളും മരിച്ചു വീഴുമ്പോ ചില ആളുകൾ ഒഴികെ ബാക്കിയുള്ളവർ മുഴുവൻ ആളുകളും മരണപ്പെട്ടു പോകുമെന്ന് വിശുദ്ധ ഖുർആൻ. ഇല്ലാ മാഷാ അല്ലാഹ്. ലോകത്തുള്ള മുഴുവൻ ആളുകളും മരണപ്പെട്ടു പോകും, പക്ഷേ അല്ലാഹു ഉദ്ദേശിച്ച ചിലർ ഒഴികെ വിശുദ്ധ ഖുർആൻ. ഈ ലോകത്തുനിന്ന് എല്ലാവരും മരണപ്പെടുമെന്ന് പറഞ്ഞിട്ട് പിന്നാലെ അല്ലാഹു പ്രത്യേകം എടുത്തു പറഞ്ഞത് ഇല്ലാ മൻ ഷാ അല്ലാഹ്. അല്ലാഹു ഉദ്ദേശിച്ച ചിലരൊഴികെ ബാക്കിയുള്ളവരൊക്കെ മരണപ്പെട്ടു. അല്ലാഹു ഉദ്ദേശിച്ച ചില ആളുകൾ എന്താവൂല, മരണപ്പെടൂല. അതാരൊക്കെ അവരെ പഠിക്കണ്ടേ? അവര് മരണപ്പെടുവോ? എല്ലാവരും മരിക്കും നമ്മൾ പഠിച്ചിരിക്കുന്നത്. പിന്നെ അല്ലാഹു ഖുർആനിൽ എന്താ ഇല്ലാ മൻ ഷാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിച്ച ചിലരൊഴികെ എന്ന് പറഞ്ഞത് അവരെ പ്രത്യേകം ഘട്ടം ഘട്ടമായിട്ടാണ് പിന്നീട് അല്ലാഹു മരിപ്പിക്കുക. അവരെ പഠിക്കൽ അനിവാര്യമാണ്. അതിലൊന്ന് മഹാനായ മീകായിൽ അലൈഹിസ്സലാം. നമുക്ക് റിസ്ഖും മഴയൊക്കെ നൽകുന്ന മലക്ക്. ഇന്നിപ്പോ ഞാൻ ഇങ്ങോട്ട് വഅദിന് വരുമ്പോ ഞങ്ങളുടെ നാട്ടിൽ കോട്ടയം ഭാഗത്തൊക്കെ അതിശക്തമായ മഴയാണ്. രാവിലെ 9 മണിക്ക് ട്രെയിനിൽ കയറി വൈകിട്ട് 8 മണിയായപ്പോ ഇവിടെ വന്ന് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. എത്ര മണിക്കൂർ യാത്ര? 11 മണിക്കൂർ യാത്ര. പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് അരമണിക്കൂർ, ഏകദേശം 12. ഇത്ര യാത്രയല്ല. ഉസ്താദ്മാര് വരുമ്പോ നിങ്ങൾ എന്ത് സുഖമാണ്, മൂപ്പർക്ക് ഇങ്ങനെ വരും, റാഹത്തല്ലേ അവർക്ക് വരെ. ഇവിടുന്ന് അങ്ങോട്ടൊന്ന് യാത്ര ചെയ്ത് നോക്കണം. ഈ കാസർഗോഡുള്ള ഇവിടെ ഒരുമിച്ച് കൂടിയ സഹോദരങ്ങളോട് കോട്ടയം ജില്ല കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അല്ലാഹു അങ്ങനെ ഒരു ജില്ല ഉണ്ടോ എന്ന് ചോദിക്കും. മിക്കവരും കണ്ടിട്ടുണ്ടോ? ഉണ്ടാവും. ഞാൻ ആഴ്ചയിൽ സ്ഥിരം വരുന്ന സ്ഥലമാണ് കാസർഗോഡ്. ഇനിയിപ്പോ അടുത്ത ശനിയാഴ്ച ബേക്കലിൽ മക്കാമുറൂസ് സമാപനമാണ്. അടുത്ത ശനിയാഴ്ച ഇതേ ട്രെയിനിൽ തന്നെ ഇതേ യാത്ര തന്നെ ചെയ്യണം. ഇന്നിപ്പോ ഇത് കഴിഞ്ഞിട്ട് 2 ദിവസം മാനന്തവാടി, വയനാട് ഭാഗത്ത്. ഞാൻ പറഞ്ഞു വന്നത് ഇത്രയും ക്ഷീണിതനായിട്ട് യാത്ര ചെയ്തു. നിങ്ങൾ നല്ലതുപോലെ ശ്രദ്ധിക്കുക. കോമഡി പറഞ്ഞ് പാട്ടുപാടി നമ്മൾ സമയം കളയൂല. ഖുർആനും ഹദീസും ചരിത്രങ്ങളും ഇമാമിങ്ങളുടെ ഇബാറത്തിന്റെ പിമ്പലവും അതാണ് നമ്മുടെ സദസ്സ്. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അതുകൊണ്ട് നല്ലതുപോലെ ശ്രദ്ധിക്കുക. അല്ലാഹു നമ്മുടെ സദസ്സ് സ്വീകരിക്കട്ടെ. മണവാട്ടി ബീവിയുടെ ബറക്കത്ത് അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ മദദ് അല്ലാഹു നൽകട്ടെ. അവരുടെ കാവൽ അല്ലാഹു നൽകട്ടെ. അവരുടെ തണലിലായ അല്ലാഹു ജീവിതം നമുക്ക് നൽകട്ടെ. അവരുടെ തണലിലായ അല്ലാഹു മരണവും നമുക്ക് സാധ്യമാക്കുമാറാവട്ടെ. ഒരുപാട് കറാമത്തുകൾ അവരെ കുറിച്ചുണ്ട്. അതൊക്കെ ഒന്ന് പറഞ്ഞ് നമ്മുടെ സദസ്സിലോട്ട് ഞാൻ സമയം കളഞ്ഞില്ല. അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളവരാണ്, കേട്ടിട്ടുള്ളവരാണ്. അല്ലാഹു കൊടുത്ത പൊരുത്തം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ടാണല്ലോ കൂട്ടം കൂട്ടമായിട്ട് ജനങ്ങൾ ഇത്രയും പാതിരാത്രിയായിട്ടും ഈ ഉള്ളിലേക്ക് ജനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. റോഡ് മുഴുവൻ ബ്ലോക്കാണ്. എത്ര വാഹനങ്ങളാണ് നിരത്തിയിട്ടിരിക്കുന്നത്. അല്ലാഹു വന്നവർക്കും ഇനി വരുന്നവർക്കും ഒക്കെ അവരുടെ നിയ്യത്തുകൾ മുഴുവനും സാധൂകരിച്ചു കൊടുക്കുമാറാവട്ടെ. എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു നീക്കി തരുമാറാവട്ടെ. ആ മക്ബറയ്ക്ക് ഉള്ളിലേക്ക് നമ്മൾ വലതുകാല് വെച്ച് കയറുമ്പോൾ തന്നെ ഒരു ഇടിമിന്നലേക്കുന്നത് പോലെയാണ്. എന്തോ ഒരു പാപങ്ങളൊക്കെ നമ്മളിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെടുന്നത് പോലെ നമുക്ക് അനുഭവപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ബറക്കത്ത് നമ്മുടെ ജീവിതത്തിൽ നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ കാവൽ അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഇവിടെ ശ്രദ്ധിക്കും. ഒന്നാമത്തെ ഊത്തിലൂടെ ലോകത്തുള്ള മുഴുവൻ ആളുകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പേടിപ്പിക്കുകയാണ് സൂറന്ന കാഹളത്തിലൂടെ, ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ ഊത്തിലൂടെ. രണ്ടാമത്തെ ഊത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തുള്ള മുഴുവൻ ആളുകളെയും മരിപ്പിക്കുന്നു. എന്നിട്ട് അല്ലാഹു പറയുന്നു ഇല്ലാ മൻ ഷാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിച്ച ചിലരൊഴികെ. ആ ചിലരാരൊക്കെയാണ്? ഒന്ന് മഹാനായ മീകായിൽ അലൈഹിസ്സലാം. അല്ലാഹു നമുക്ക് നല്ല മഴ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മഹദിവരുടെ ബറക്കത്തുകൊണ്ട് അല്ലാഹു നല്ല മഴ നൽകി അനുഗ്രഹിക്കട്ടെ. വെള്ളമില്ലാതെ ബുദ്ധിമുട്ടാണ് എത്ര ആളുകളാണ്. അല്ലാഹു നല്ല മഴ നൽകി അനുഗ്രഹിക്കട്ടെ. രണ്ടാമത്തേത് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം. മൂന്നാമത്തേത് മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാം. അതാരാണ് ഇസ്രാഫീൽ? സൂറന്ന കാഹളത്തിൽ ഊതുന്ന വ്യക്തി. നാലാമത്തേത് മഹാനായ അസ്റായീൽ അലൈഹിസ്സലാം. ഇവരൊഴികെ ബാക്കിയുള്ള മുഴുവൻ ആളുകളെയും അല്ലാഹു ഈ ലോകത്ത് നിന്ന് ഇല്ലാതാക്കി. എല്ലാവരെയും അല്ലാഹു മരിപ്പിച്ചു.
ഖിയാമത്ത് നാളിന്റെ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. ഞാൻ അതും കൂടെ പറയുന്നില്ല. ഇതൊക്കെ പ്രഭാഷണം യൂട്യൂബിൽ കിടപ്പുണ്ട്, നിങ്ങൾ കേൾക്കുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു, അല്ലാഹു ഉദ്ദേശിച്ച ചിലർ ഒഴികെ, ചില ആളുകൾ ഒഴികെ എന്ന് അല്ലാഹു പറഞ്ഞു. അതിൽപ്പെട്ട 4 ആളുകളെയാണ് ഞാൻ വിശദീകരിച്ചത്. ഇതല്ലാതെ മറ്റൊരു റിവായത്തിൽ കാണാം ശുഹദാക്കളുടെ ആത്മാക്കൾ ഒഴികെ. ഏതുമായിക്കോട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോരുത്തരെയും ഘട്ടം ഘട്ടമായി മരിപ്പിക്കാൻ പോകും. എന്നിട്ട് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമിനെ അല്ലാഹു വിളിച്ചുകൊണ്ട് പറയും, മുത്തിയാ ജബറായീൽ, അല്ലയോ ജിബ്രീലേ, ജിബ്രീലേ നീ മരിക്കണേ, നീയും മരിക്കൽ അനിവാര്യമാണ്. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ശരീരത്തിൽ നിന്ന് ആത്മാവ് ഉരപ്പെടുകയാണ്. അല്ലാഹ്. രണ്ടാമതായി മഹാനായ മീകായിൽ അലൈഹിസ്സലാമിനെ അല്ലാഹു വിളിച്ചുകൊണ്ട് പറയുമത്രേ, മുത്തിയാ മീകായിൽ, അല്ലയോ മീകായിലേ നീയും മരിക്കൽ അനിവാര്യമാണ്, അനിവാര്യമാണ്. മീകായിൽ അലൈഹിസ്സലാമിന്റെ ശരീരത്തിൽ നിന്നും ആത്മാവിനെ വേർപെടുത്തപ്പെടുകയാ. മൂന്നാമതായി മഹാനായ ഇസ്റാഫീൽ അലൈഹിസ്സലാമിനെ അല്ലാഹു വിളിക്കുമത്രേ. സൂറന്ന കാഹളത്തിലെ രണ്ടാമത്തെ ഊത്തൂതി നിൽക്കുന്നതായ ഇസ്റാഫീൽ അലൈഹിസ്സലാമിനെ വിളിച്ചുകൊണ്ട് അല്ലാഹു പറയുമത്രേ, മുത്തിയാ ഇസ്റാഫീൽ, അല്ലയോ ഇസ്റാഫീലേ നീയും മരിക്കൽ അനിവാര്യമാണ്, അനിവാര്യമാണ്. നീയും മരിക്കൽ അനിവാര്യമാണ്. കാരണം ഈ ഇസ്റാഫീൽ അലൈഹിസ്സലാമിനെ ഇവിടെ മരിപ്പിച്ചു. ഇനി അദ്ദേഹത്തെ പുനർജീവിപ്പിക്കുന്നതിന് മുമ്പായിട്ട് അദ്ദേഹത്തെ എഴുന്നേൽപ്പിച്ചിട്ട് മഹാനവരുകൾ മൂന്നാമത്തെ ഊത്തൂതം പറയും. അതിനുശേഷമാണ് എല്ലാ ആളുകളെയും ഓരോരുത്തരെയും ഖബറിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്നത്. എല്ലാരെയും മരിപ്പിക്കാൻ 3 ഊത്ത് നമ്മൾ പറഞ്ഞു. ഒന്ന് പേടിപ്പിക്കാനുള്ളത്, രണ്ടാമത്തത് മരിപ്പിക്കാനുള്ളത്, മൂന്നാമത്തത് പുനർജീവിപ്പിക്കാനുള്ളത്. ആ ഊത്ത് ഊതാണെങ്കിൽ ഉസ്താദ് ഇസ്റാഫീൽ അലൈഹിസ്സലാമിനെ മരിപ്പിച്ച പിന്നെ അങ്ങനെ അദ്ദേഹത്തെ പിന്നീട് അല്ലാഹു പുനർജീവിപ്പിച്ചിട്ട് അദ്ദേഹത്തോട് ഊതാൻ പറയും. അതിനുശേഷമാണ് ബാക്കിയുള്ളവ മുഴുവൻ ആളുകളെയും അല്ലാഹു എഴുന്നേൽപ്പിക്കുക ഖബറിൽ. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. നാലാമത്തതായി മഹാനായ അസ്റായീൽ അലൈഹിസ്സലാം മാത്രമാണ് ബാക്കിയുള്ളത്. ലോകത്തുള്ള സർവ്വ സൃഷ്ടിജാലങ്ങളും മരണപ്പെട്ടു കഴിഞ്ഞു. അസ്റായീൽ അലൈഹിസ്സലാമിനെ വിളിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, യാ അസ്റായീൽ, മുത്തിയാ അസ്റായീൽ, ലാ ബുദ്ദ മിൻ മൗതിക യാ അസ്റായീൽ, അല്ലയോ അസ്റായീലേ, അസ്റായീലേ നീ മരിക്കൽ അനിവാര്യമാണ്, അനിവാര്യമാണ്. ഫയദ്ഹബു ഇലാ മൗളിൻ ബൈനൽ ജന്നതി വന്നാർ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഈ ലോകത്തുള്ള സർവ്വ സൃഷ്ടിജാലങ്ങളെയും മരിപ്പിച്ചതായ അസ്റായീൽ അലൈഹിസ്സലാമിനോട് അല്ലാഹു പറയുകയാ, ലാ ബുദ്ദ മിൻ മൗതിക യാ അസ്റായീൽ, അസ്റായീലേ നീ മരിക്കൽ അനിവാര്യമാണ്, അനിവാര്യമാണ്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന പൈക്കം മടവാട്ടി ഉറൂസ് ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട വിശ്വാസികളെ, ചെറുപ്പക്കാരെ, സഹോദരിമാരെ, അറിഞ്ഞു വെക്കണേ, പഠിച്ചു വെക്കണേ. ഈ ലോകത്തിന്റെ സൃഷ്ടികർത്താവായ, ജഗന്യന്താവായ, പരിപാലകനായ, സർവേശ്വരനായ പടച്ചറപ്പ് അസ്റായീലിനെ മരിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു വെക്കണേ സഹോദരാ, പഠിച്ചു വെക്കണേ പ്രിയപ്പെട്ട ഉമ്മമാരെ. അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഈ ലോകത്തുള്ള സർവരുടെയും ആത്മാവിനെ ഊരിയെടുക്കുന്ന വ്യക്തിയാണെങ്കിൽ അസ്റായീലിന്റെ ആത്മാവിനെ ഊരുന്ന രംഗമാ. അസ്റായീൽ അലൈഹിസ്സലാം മരിക്കുന്ന രംഗമാണ്, രംഗമാണ്. ഫയദ്ഹബു ഇലാ മൗളിൻ ബൈനൽ ജന്നതി വന്നാർ. സ്വർഗത്തിന്റെയും നരകത്തിന്റെയും ഇടയിലുള്ളതായ ഒരു സ്ഥലത്തേക്ക് അസ്റായീൽ പോകുമത്രേ. ഫയൻസിഉ മിൻഹു റൂഹഹു. അസ്റായീൽ അലൈഹിസ്സലാം തന്റെ ശരീരത്തിൽ നിന്ന് ആത്മാവിനെ വേർപെടുത്തുകയാണ്. അസ്റായീൽ അലൈഹിസ്സലാം അട്ടഹസിച്ചുകൊണ്ട് പറയുമത്രേ, യാ അല്ലാഹുവേ
പടച്ചറപ്പേ, മരണത്തിന് ഇത്രത്തോളം വേദനയുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ ഇന്നി ലാ അൻസിഉ അർവാഹൽ മുഅ്മിനീന ഇല്ലാ ബിർരിഫഖി യാ അല്ലാഹ്. മുഅ്മിനീങ്ങളുടെ ആത്മാക്കളെ വളരെ മയത്തോട് കൂടിയല്ലാതെ ഞാൻ പിടിക്കുമായിരുന്നില്ല അല്ലാഹ്, ഞാൻ ഉരുമായിരുന്നില്ല അല്ലാഹ്. അസ്റായീൽ അലൈഹിസ്സലാമിന് തന്റെ ശരീരത്തിൽ ആത്മാവിനെ വീഴ്പ്പെടുമ്പോ വല്ലാത്ത വേദനയാണ്, വേദനയാ. ഫയസിഹു സൈഹാ, റസൂലുള്ളാഹി പറയുകയാണ്, വല്ലാത്തൊരട്ടഹാസത്തോടു കൂടിയായിരിക്കും അസ്റായീലിന്റെ അന്ത്യമെന്ന് നബിയുനാ റസൂലുള്ളാഹി വല്ലാത്തൊരട്ടഹാസമായിരിക്കും അസ്റായീൽ അലൈഹിസ്സലാമിന്റെ മരണം. മുഹമ്മദ് മുസ്തഫ അദ്ദേഹം പറയും, പടച്ചറബ്ബേ ഇത്രത്തോളം വേദനയുണ്ട് മരണത്തിനെന്ന് ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ ലാ അൻസിഉ അർവാഹൽ മുഅ്മിനീന ഇല്ലാ ബിർരിഫഖി യാ അല്ലാഹ്. മുഅ്മിനീങ്ങളുടെ ശരീരത്തിൽ ആത്മാവിനെ വളരെ മയത്തോടു കൂടിയല്ലാതെ ഞാൻ ഊരുമായിരുന്നില്ല റബ്ബേ, ഭയങ്കര വേദനയായി പോയല്ലോ എന്ന് അദ്ദേഹം പറയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. മനസ്സിലായിക്കോളി. ഈ ലോകത്ത് നിന്ന് മല പറയാത്ത ഒരാളും ഉണ്ടാവൂല, ഒരാളും ഉണ്ടാവുകയില്ല. മരിക്കാൻ കിടക്കുന്ന മനുഷ്യൻ അവന്റെ തൊണ്ടക്കുഴിയിലേക്ക് ആത്മാവ് എത്തുമ്പോ അവന്റെ അടുക്കലേക്ക് 5 മലക്കുകൾ കടന്നു വരുമെന്ന് മുഹമ്മദ് മുസ്തഫ. മരിക്കാൻ കിടക്കുന്ന വ്യക്തിയുടെ അടുക്കൽ തൊണ്ടക്കുഴിയിൽ ആത്മാവ് എത്തി നിൽക്കുന്ന സമയത്ത് 5 മലക്കുകൾ കടന്നു വരും. ഹബീബ് മുഹമ്മദ് മുസ്തഫ قال رسول الله صلى الله عليه وسلم إذا كان ابن آدم في سياق الموت بعث الله إليه 5 من الملائكة. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, ഈ ലോകത്ത് നിന്ന് മരണാസന്നമായി കടക്കുന്ന വ്യക്തികൾ ആരുണ്ടോ അവസാന സമയത്ത് അവന്റെ തൊണ്ടക്കുഴിയിലേക്ക് ആത്മാവ് എത്തി നിൽക്കുമ്പോ, അവന്റെ ശരീരത്തിൽ ആത്മാവിനെ മലക്കുകൾ വേർപെടുത്താൻ വേണ്ടി നിൽക്കുമ്പോ അല്ലാഹു ഇലൈഹി 5 മിനൽ മലായിക, 5 മലക്കുകളെ അല്ലാഹു അവന്റെ സവിധത്തിലേക്ക് പറഞ്ഞേക്കും. എത്രയെന്ന് നബിയുനാ റസൂലുള്ളാഹി. 5 മലക്കുകൾ വരും. എന്നിട്ടോ ഓരോ മലക്കും ക്വസ്റ്റ്യൻ ചോദിക്കാൻ. ഇതൊക്കെ ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ, ശ്രദ്ധിക്കുന്നുണ്ടോ? നമ്മൾ മരിക്കാൻ പോകണ്ടേ? നമ്മൾ മരിക്കല്ലേ? ഈ ശരീരത്തിൽ നമ്മൾ ഓരോരുത്തരും ഇഞ്ചിഞ്ചായിട്ട് ശരീരത്തെ നമ്മൾ നശിപ്പിച്ചുകൊണ്ടിരിക്കല്ലേ? ഓരോ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കല്ലേ? യന്ത്രം ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കല്ലേ? അടുത്ത സെക്കൻഡിൽ മരിക്കണ്ടേ? നമ്മള് മരിക്കാതെ ഈ ലോകത്ത് ഒരാൾ പോലും ശേഷിക്കൂല, അങ്ങനെ ശേഷിക്കുമായിരുന്നെങ്കിൽ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്ത് ഇന്നും ഉണ്ടായി. ആ പ്രവാചകർ പോലും ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയില്ലയോ? ബഹുമാനപ്പെട്ട അസ്റായീൽ അലൈഹിസ്സലാം കടന്നു വന്നുകൊണ്ട് റസൂലുള്ളാഹിയുടെ ആത്മാവിനെ വേർപെടുത്തി കൊണ്ടുപോയില്ലയോ? ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ മടിത്തട്ടിൽ തലവെച്ച് കടന്നുകൊണ്ട് ലോകത്തിന്റെ നായകൻ തന്റെ പ്രിയപ്പെട്ട ഭാര്യയാകുന്ന ആയിഷയോട് പറയുകയാ, യാ ആയിഷ ഇന്നലിൽ ലസകറാ. ആയിഷ ആയിഷ മരണത്തിന് വല്ലാത്ത വേദനയുണ്ട്. ആയിഷ മരണത്തിന് വല്ലാത്ത വേദനയുണ്ട്. ആയിഷ തൊട്ടടുത്തിരിക്കുന്ന തോൽപാത്രത്തിലേക്ക് നിന്റെ കൈയൊന്നിട്ടിട്ട് തണുത്ത വെള്ളം കൊണ്ട് എന്റെ മുഖമൊന്ന് തടകി തരും ആയിഷ എന്ന് നബിയുനാ റസൂലുള്ളാഹി. മരിക്കാതെ ഈ ലോകത്തിൽ നിന്ന് നിന്റെ സമ്പത്ത് കൊണ്ട് നിനക്ക് ശാശ്വതത്വം കിട്ടുമെന്ന് കാസർഗോഡുള്ള ചെറുപ്പക്കാർ
ചെറുപ്പക്കാരാ, നീ ചിന്തിക്കേണ്ടതില്ല. പണത്തിന്റെ പളപളപ്പിൽ വിരാജിക്കുന്നവരെ, പണം കൊണ്ട് പറുദീസിൽ വിരാജിച്ചതായ എത്രയെത്ര ആളുകൾ നമുക്ക് മുമ്പേ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഖാറൂൻ അതിന് ഉദാഹരണമല്ലയോ? പണം കൊണ്ട് അഹങ്കരിച്ചവരല്ലയോ? പണം കൊണ്ട് പടച്ച റബ്ബിന്റെ പവറിനെ വിലക്ക് പറഞ്ഞപ്പോ അവരെയും അവന്റെ കെട്ടിട സമുച്ചയത്തെയും ആകാശത്തിന്റെ അടിയിലേക്ക്, ഭൂമിക്കടിയിലേക്ക് അല്ലാഹു ആഴ്ത്തിക്കളഞ്ഞില്ലയോ? അവനെ നശിപ്പിച്ചില്ലയോ? അവനെ കൊന്നുകളഞ്ഞില്ലയോ? നമ്രൂദ് എവിടെ പോയി സഹോദര? ഫിറഔൻ എവിടെ പോയി സഹോദര? ഏകാധിപത്യത്തിന്റെ ഭരണം നടത്തിയ നമ്രൂദിനെ പോലും അല്ലാഹു നിന്യമായി, നിസാരമായി അല്ലാഹു കൊന്നുകളഞ്ഞില്ലയോ? അല്ലാഹു വധിച്ചു കളഞ്ഞില്ലയോ? എത്ര ഏകാധിപതികൾ, എത്ര സ്വേച്ഛാധിപതികൾ ഈ ലോകത്തുണ്ടായിരുന്നു. അവരൊക്കെ മരണത്തിന് കീഴടങ്ങിയില്ലേ? എന്താ പഠിക്കാത്തത്? ഫിറഔൻ ലഅനത്തുല്ലാഹി അലൈഹി എലിയെ നമ്മൾ വല വെച്ച് പിടിച്ചിട്ട്, കെണി വെച്ച് പിടിച്ചിട്ട് എലിയെ എങ്ങനെ ഉന്മൂലനം ചെയ്യാ? ചെല്ല് വെള്ളത്തിൽ മുക്കി കൊല്ലും. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു എലിയുടെ ശല്യമായിട്ടാണ് ഫിറഔനെ മനസ്സിലാക്കിയത്, ചെങ്കടൽ മുക്കി കൊന്നു. നിങ്ങൾ നോക്ക്, നിങ്ങൾ പഠിച്ചു നോക്ക്, ചരിത്രകാരന്മാർ എരിഞ്ഞു വെക്കുന്നു. മുഴുവൻ ആളുകളും, ഏകാധിപത്യത്തിന്റെ ഭരണം നടത്തിയ ആളുകളും സ്വേച്ഛാധിപതികളാകുന്ന ആളുകളെയൊക്കെ അല്ലാഹു നശിപ്പിച്ചത് വളരെ നിന്ദ്യമായിട്ടല്ലേ, നിസ്സാരമായിട്ടല്ലേ? മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തീക്കുണ്ടാരത്തിലേക്ക്, ലോകം കണ്ട ഏറ്റവും വലിയ തീക്കുണ്ടാരത്തിലേക്ക് അദ്ദേഹത്തെ വലിച്ചെറിഞ്ഞ നമ്രൂദിനെ അല്ലാഹു കൊന്നുകളഞ്ഞത് എങ്ങനെയാ നശിപ്പിച്ചത്? ഫിറഔനെ നശിപ്പിച്ചത് ഒരുപക്ഷെ പലർക്കും അറിയാം. നമ്രൂദിനെ എങ്ങനെയാ കൊന്നുകളഞ്ഞത് പലർക്കും അറിയില്ല. ഒരു ചെറിയ ഈച്ചയെ അവന്റെ നാസ്വാധാരത്തിലൂടെ, അവന്റെ മൂക്കിലൂടെ തലച്ചോറിനുള്ളിലേക്ക് അല്ലാഹു കയറ്റിവിട്ടു. ഇവിടെ ശ്രദ്ധിക്കുക, ഒരു ചെറിയ ഈച്ചയെ അവന്റെ മൂക്കിലൂടെ, അവന്റെ തലച്ചോറിനുള്ളിലേക്ക് റബ്ബ് കയറ്റിവിട്ടു. ആ ഈച്ച തന്ന് തലച്ചോറിനുള്ളിൽ അള്ളിപ്പിടിക്കുകയാണ്, മുട്ടയിട്ട് വരികയാണ്. ഒന്നിലധികം ഈച്ചകൾ, ആയിരക്കണക്കിന് ഈച്ചകൾ തലച്ചോറിനുള്ളിൽ അള്ളിപ്പിടിക്കാൻ. ഈച്ചകളോ തലച്ചോറിനുള്ളിൽ എന്താ ഈ പറയുന്നത്? ചത്തുപോയില്ല, ഈച്ച ചത്തുപോയില്ല. എടാ, നിന്റെ ഉമ്മയുടെ ഉദരത്തിനകത്ത് 9 മാസക്കാലം നിനക്ക് ആഹാരം നൽകിയ പ്രിയപ്പെട്ട റബ്ബിന് തലച്ചോറിനുള്ളിൽ ഒരു ഈച്ചയല്ല, ആയിരക്കണക്കിന് ഈച്ചകൾ വസിപ്പിക്കാനുള്ള കഴിവ് റബ്ബിനുണ്ട്. റബ്ബിന്റെ കഴിവിനെ കുറിച്ച് നീ സംശയിക്കേണ്ടതില്ല. അല്ലാഹു ഉദ്ദേശിച്ച വസ്തുവല്ലേ മരിക്കുള്ളൂ. ചിന്തിച്ചു നോക്കും, മൂക്കിനുള്ളിലേക്ക് ഒരു ചെറിയ ഉറുമ്പ് കയറിയാൽ, ഒരു ഈച്ച കയറിയാൽ, നമ്മുടെ നമസ്കാരത്തിലാകട്ടെ അല്ലാത്തപ്പോഴാകട്ടെ എന്തൊരു വെപ്രാളമായിരിക്കും മനുഷ്യരുണ്ടാവും. ഇവിടെ നമ്രൂദ് എന്ന് പറയുന്ന ഏറ്റവും വലിയ ഏകാധിപത്യത്തിന്റെ ഭരണം നടത്തിയതാകുന്ന വ്യക്തിയുടെ മൂക്കിനുള്ളിലൂടെ തലച്ചോറിനുള്ളിലേക്ക് ഒരു ഈച്ചയെ കടത്തിവിട്ടു റബ്ബ്. ആ ഈച്ച തന്ന് തലയ്ക്കുള്ളിൽ പെറ്റുപെരുകയാണ്, മുട്ടയിട്ട് പെരുകയാണ്. ഒന്നിലധികം ഈച്ചകളായി ഉറങ്ങാൻ സാധിക്കാത്ത രാവുകളാണ് നമ്രൂദിനെ അല്ലാഹു സമ്മാനിക്കുന്നത്. എന്തിന്റെ പേരിൽ? തൗഹീദ് എന്ന് പറയുന്ന മഹത്തായ ആശയം ഈ ലോകത്ത് സംവിധാനിച്ച മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി നിന്നതായ ലോകം കണ്ട ഏറ്റവും വലിയ തീക്കുണ്ടാരം. ആ തീക്കുണ്ടാരത്തെ കുറിച്ച് ഉലമാക്കൾ രേഖപ്പെടുത്തുന്നത്, മൈലുകൾക്ക് മീതെ ഒരു പക്ഷി ഏതെങ്കിലും ഒന്ന് പറന്നുപോയാൽ അതിന്റെ ചിറക്, അതിന്റെ ചൂടേറ്റുകൊണ്ട് കരിഞ്ഞ് ആ പക്ഷി അതിലേക്ക് വീഴുമായിരുന്നു. അത്രത്തോളം ചൂട്, അത്രത്തോളം മൈലുകൾക്ക് അകലെ എത്തുന്നതാകുന്ന തീജ്വാലകളായിരുന്നു അതിൽ നിന്ന് പോയിരുന്നത്, അതിൽ നിന്ന് നിർഗളിച്ചിരുന്നത്. കിലോമീറ്ററുകൾ ദൂരത്തിൽ. അതുകൊണ്ട് തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയാൻ പറ്റാതായില്ലേ? അവസാനം ഇബ്ലീസ് തന്നെ വന്നുകൊണ്ട് മനസ്സിൽ വന്ന് കുതന്ത്രം ചെയ്തു. അതല്ല, ഒരു മനുഷ്യന്റെ കോലത്തിൽ വന്നുകൊണ്ട് പറഞ്ഞു എന്നും ചരിത്രമുണ്ട്. നമ്രൂദിനോട് പറഞ്ഞു, നിനക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ തീക്കുണ്ടാരത്തിലേക്ക് എറിയണമെങ്കിൽ അടുക്കാൻ സാധിക്കൂല. തീക്കുണ്ടാരത്തിലേക്ക് അടുത്തെങ്കിലല്ലേ അതിന്റെ നടുക്കോട്ടിടണ്ടേ? അടുക്കോട്ടിടണമെങ്കിൽ അടുക്കാൻ പറ്റുന്നതിന്റെ അടുക്കേണ്ട ആളുകളുടെ ശരീരത്തിന്റെ തോലുകളും ശരീരത്തിൻ്റെതാകുന്ന ശരീരത്തിന്റെ ചർമ്മങ്ങളും ഒക്കെ കരിച്ചു കളയുന്ന നിലയ്ക്കുള്ള ചൂടായപ്പോ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി വന്നുകൊണ്ട് മനുഷ്യന്റെ കോലത്തിൽ വന്നിട്ട് ദുർബോധനം നടത്തി. എടാ, നീ ചെയ്യേണ്ടത് ഒരു പെട്ടിക്കകത്തേക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ കിടത്തിയിട്ട് ആ പെട്ടി വലിയൊരു അമ്പുമ്പിലേക്ക് ചേർത്ത് വെച്ചിട്ട് 10 ആള് കൂടെ അമ്പ് ചെയ്ത് വിടണം. അങ്ങനെ അമ്പ് ചെയ്തിട്ടാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞിരുന്ന ചരിത്രം. ഏതുമായിക്കോട്ടെ, അങ്ങനെ ലോകം കണ്ട ഏറ്റവും വലിയ തീക്കുണ്ടാര തൗഹീദിനെതിരെ നിർമ്മിച്ചതായ നമ്രൂദിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉന്മൂലനം ചെയ്യുന്നത് ഒരു ചെറിയ ഈച്ചയെ കൊണ്ടാണ്. ഈച്ച വന്ന് തലച്ചോറിനുള്ളിൽ അള്ളിൽ പിടിക്കും.